Hi dear students, welcome back to Alex E Academy. ഈ ലെക്ചറിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന S3 KTU 2024 സ്കീം സബ്ജക്റ്റിൻ്റെ സിലബസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ സബ്ജക്റ്റായ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രാം കോഡ് വരുന്നത്, കോഴ്സ് കോഡ് വരുന്നത് PC-CET 302 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ്, ഈ ഒരു സബ്ജക്റ്റ് പാസ്സാകുന്ന വഴി നിങ്ങൾക്ക് ക്രെഡിറ്റായിട്ട് 4 ആണ് സ്കോറിങ് വരുന്നത്. അതേപോലെ ഇതൊരു നോർമൽ കോർ പേപ്പറിൻ്റെ എല്ലാ ഫീച്ചേഴ്സുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ അകത്ത് ടോട്ടൽ 100 മാർക്സ് ആണ് വരുന്നത്. അതിൽ തന്നെ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ, കോളേജിൽ നിന്ന് കിട്ടുന്ന ഇൻറ്റേർണൽ മാർക്സ് ആയിട്ട് 40 മാർക്സ് വരുന്നുണ്ട്. എൻഡ് സെമസ്റ്റർ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം 60 മാർക്സിനായിരിക്കും വരുന്നത്. എൻഡ് സെമസ്റ്റർ എക്സാം 2.5 hours ഒരു എക്സാം ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസാണ്. അത് മൊത്തത്തിൽ ഒരു 11 hour ലെക്ചേഴ്സാണ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് KTU സജസ്റ്റ് ചെയ്യുന്നത്. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൽ തന്നെ നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്, അപ്പോൾ അതിൻ്റെ തിയറി മാത്രമാണ്, ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് വരുന്നത്. അതിനുശേഷം ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് പ്രഷർ, പാസ്കൽസ് ലോ, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, ഇത്രയാണ് നമുക്കൊരു തിയറി ഓറിയൻറ്റഡ് ആയിട്ട് ആദ്യമേ വരുന്നത്. അതിനുശേഷം മെഷർമെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് പ്രഷർ യൂസിങ് മാനോമീറ്റർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മാനോമീറ്റർ ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് തിയറി പ്രോബ്ലമായിട്ട് മെയിൻലി വരുന്നത്. ഈ മാനോമീറ്ററിൽ തന്നെ നമുക്ക് സിമ്പിൾ മാനോമീറ്റർ ഉണ്ട്, അതായത് പിസോമീറ്ററും യൂട്യൂബ് മാനോമീറ്ററും. അതുകൂടാതെ നമുക്ക് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് പഠിക്കാനുണ്ട്. അത് 2 ടൈപ്പ് ഉണ്ട്, യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും. ഈ പറയുന്ന മാനോമീറ്റർ, പിസോമീറ്റർ ആണെങ്കിലും യൂട്യൂബ് മാനോമീറ്റർ ആണെങ്കിലും യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണെങ്കിലും ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ മെക്കാനിക്കൽ ഗേജസ്, അതിൻ്റെ തിയറി മാത്രം, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ മാത്രം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ കുറച്ച് ലോസ് വരുന്നുണ്ട്, പ്രിൻസിപ്പിൾസ്, തിയറീസ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് മെയിനായിട്ട് പ്രോബ്ലം ബേസ്ഡ് ചെയ്ത് വരുന്നത് മാനോമീറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോയാൽ നമുക്ക് 2 ടോപ്പിക്സ് ആണ് മെയിൻലി വരുന്നത്. ഡിറ്റർമൈനിങ് ടോട്ടൽ പ്രഷർ, സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കുക, അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ പ്രഷർ ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ, അതേപോലെ ബൊയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ. ഈ 2 ടോപ്പിക്കാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. ടോട്ടൽ 11 hours ഓഫ് ലെക്ചേഴ്സ് ആണ് KTU സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് വരുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇൻക്ലൈൻഡ് പ്ലെയിൻ, കേർവ്ഡ് സർഫസ്. ഇപ്പോൾ ഈ പറയുന്ന പ്ലെയിൻസിലേക്ക് വരുന്ന ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറിയും ന്യൂമറിക്കൽ പ്രോബ്ലംസുമാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. ഇനി അതുകൂടാതെ ബൊയൻസി ആൻഡ് ഫ്ലോട്ടേഷനിൽ വരുമ്പോൾ ബൊയൻസി ഫ്ലോട്ടേഷൻ്റെ ബേസിക് കൺസെപ്റ്റ്, സെൻറ്റർ ഓഫ് ബൊയൻസി എന്താണ്, മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്താണ്, അപ്പോൾ അതിൻ്റെ ബേസിക് തിയറീസ് വരുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് മെറ്റാസെൻട്രിക് ഹൈറ്റ് യൂസിങ് അനലിറ്റിക്കൽ ആൻഡ് എക്സ്പീരിമെൻ്റൽ മെത്തേഡ്. അപ്പോൾ ഒരു മെറ്റാസെൻട്രിക് ഹൈറ്റ് അനലിറ്റിക്കൽ മെത്തേഡിലും എക്സ്പീരിമെൻ്റൽ മെത്തേഡിലും കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ പഠിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും ഡെറിവേഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഒരു ബോഡി സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടുള്ള, അത് ഫ്ലോട്ടിംഗ് ബോഡി ആണെങ്കിലും സബ്മേർജ്ഡ് ബോഡി ആണെങ്കിലും അത് സ്റ്റേബിൾ അൺസ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ്, അപ്പോൾ അതിൻ്റെ തിയറി പഠിക്കാനായിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 2 വരുന്നത്. ഇനി മൊഡ്യൂൾ 3 പോയാൽ നമുക്ക് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ആണ് നമ്മൾ മൊഡ്യൂൾ 3 മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ മെത്തേഡ് ഓഫ് ഡിസ്ക്രൈബിങ് ഫ്ലൂയിഡ് മോഷൻ, ലഗ്രാഞ്ചിയൻ ആൻഡ് യൂളറിയൻ മെത്തേഡ്സ്, ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 1 dimension, 2 dimension ആൻഡ് 3 dimension. ഇത് വളരെ ഇമ്പോർട്ടൻറ്റും ഏറ്റവും കൂടുതൽ പ്രീവിയസ് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനും ന്യൂമറിക്കൽ പ്രോബ്ലംസും നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ആണ്. ഇനി അതേപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് എ പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൻ്റെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള വെലോസിറ്റി, ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്ട്രീം ലൈൻ ഫ്ലോ, പാത്ത് ലൈൻ, സ്ട്രീക്ക് ലൈൻ, വെലോസിറ്റി പൊട്ടൻഷ്യൽ, സ്ട്രീം ഫംഗ്ഷൻ, ഫ്ലോ നെറ്റ്. ഇത് കുറച്ചൊരു തിയറി പോർഷൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് തിയറി മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ഫ്ലൂയിഡ് ഡൈനാമിക്സ് വരുന്നുണ്ട്. ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ് മോഷൻ, ഡെറിവേഷൻ ഓഫ് ബെർണോളിയസ് ഇക്വേഷൻ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ പല സ്കീമിലും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബെർണോളിയസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ, അതിൻ്റെ അസംഷൻ പഠിക്കാനുണ്ട്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിയസ് ഇക്വേഷൻ, വെഞ്ചുറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ, പിറ്റോ ട്യൂബ്, അതിൻ്റെ തിയറിയും പ്രോബ്ലംസും നമുക്ക് ഇൻക്ലൂഡഡ് ആണ്.
അതുകൂടാതെ ലാസ്റ്റ് നമുക്കൊരു മൊമെൻറ്റം ഇക്വേഷനും ഫോഴ്സസ് ഓൺ പൈപ്പ് ബെൻസും. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 3 വരുന്നത്. ഇനി ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് പോയാൽ നമുക്ക് ഫ്ലോ ത്രൂ ഒറിഫൈസ്, പൈപ്പ് ഫ്ലോ, ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ, ഫ്ലോ ത്രൂ നോച്ചസ് ആൻഡ് വേസ്. അപ്പോൾ ടോപ്പിക്സ് കൂടുതൽ വരുന്ന 4th മൊഡ്യൂളിലാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഫ്ലോ ത്രൂ ഒറിഫൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫ്ലോ ത്രൂ നോച്ചസ് ആൻഡ് വേസ്. ഈ 2 ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഇതിനകത്ത് തിയറിയും ഈക്വൽ എമൗണ്ട് ഓഫ് പ്രോബ്ലംസും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഫ്ലോ ത്രൂ ഒറിഫൈസിൻ്റെ അകത്ത് നമുക്ക് ഹൈഡ്രോളിക് കോയിഫിഷ്യൻറ്റ്, എക്സ്പീരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് കോയിഫിഷ്യൻ്റ് ഉണ്ട്. അതിനകത്ത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇനി ഡിസ്ചാർജ് ത്രൂ ലാർജ് ഒറിഫൈസ്, അതിൻ്റെ അകത്ത് തന്നെ റെക്റ്റാങ്കിൾ ഒറിഫൈസ് പ്രത്യേകം പറയുന്നുണ്ട്. അതിൽ തന്നെ 3 കണ്ടീഷൻ പറയുന്നുണ്ട്: ഡിസ്ചാർജ് ഫ്രീലി, ഫുള്ളി സബ്മേർജ്ഡ്, പാർഷ്യലി സബ്മേർജ്ഡ്. അങ്ങനെ ഈ 3 കേസിൻ്റെയും ന്യൂമറിക്കൽ പ്രോബ്ലംസ് അത് റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ മാത്രം പഠിക്കുക എന്നുള്ളതാണ്. അടുത്ത ടൈം ഓഫ് എംപ്റ്റിയിങ് ഓഫ് റെക്റ്റാങ്കുലർ ടാങ്ക് ത്രൂ ആൻഡ് ഒറിഫൈസ് അറ്റ് ഇറ്റ്സ് ബോട്ടം ഇൻക്ലൂഡ് ന്യൂമറിക്കൽ പ്രോബ്ലം. അപ്പോൾ മെയിനായിട്ട് ഒറിഫൈസിൽ നമുക്ക് റെക്റ്റാങ്കുലർ ഷേപ്പാണ് പറഞ്ഞിരിക്കുന്നത്. റെക്റ്റാങ്കുലർ ഷേപ്പിൻ്റെ എല്ലാവിധ കണ്ടീഷൻസും ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന തിയറി, ഇക്വേഷൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് പഠിക്കാം. അടുത്ത വരുന്നത് പൈപ്പ് ഫ്ലോ ആണ്. കോമ്പ്യൂട്ടേഷൻ ഓഫ് മേജർ ലോസസ് ഇൻ പൈപ്പിലുണ്ടാകുന്ന മേജർ ലോസസ്, അതുപോലെ തന്നെ ഡെറിവേഷൻ ഓഫ് ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ടോപ്പിക്കാണ്. അടുത്തത് കോമ്പ്യൂട്ടേഷൻ ഓഫ് മൈനർ ലോസസ് ഇൻ പൈപ്പ്. അതിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. മൈനർ ലോസ്, അപ്പോൾ മേജർ ലോസ് ഡാർസീസ് വെയ്സ്ബാക്ക് ഇക്വേഷൻ്റെ ഡെറിവേഷൻ പഠിക്കണം. മൈനർ ലോസിൻ്റെ തിയറി, അതായത് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അതിനുശേഷം ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്, ടോട്ടൽ എനർജി ലൈൻ, പൈപ്പ് ഇൻ സീരീസ്, പൈപ്പ്സ് ഇൻ പാരലൽ, ഇൻ ഇക്വലൻറ്റ് പൈപ്പ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള തിയറിയും പ്രോബ്ലംസും പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ പൈപ്പ് ഫ്ലോ നമുക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി അടുത്ത ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ, കമ്പാരിസൺ ബിറ്റ്വീൻ പൈപ്പ് ഫ്ലോ ആൻഡ് ഓപ്പൺ ചാനൽ ഫ്ലോ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ. അപ്പോൾ അത് തിയറി മാത്രമേ ഉള്ളൂ, ചെറിയൊരു തിയറി പോർഷൻ ആയിരിക്കും വരുന്നത്. ഇനി ഫ്ലോ ത്രൂ നോച്ചസ് ആൻഡ് വേസ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് നോച്ചസ് ആൻഡ് വേസ് തിയറി ഉണ്ട്. ഡിസ്ചാർജ് ഓവർ റെക്റ്റാങ്കുലർ നോച്ച്, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് നോച്ചസ് ആൻഡ് വേഴ്സിൽ പഠിക്കാനായിട്ടുള്ളത് റെക്റ്റാങ്കിൾ ഷേപ്പ് പഠിക്കണം, ട്രയാങ്കുലർ ഷേപ്പ് പഠിക്കണം, ട്രപ്പീസോഡൽ ഷേപ്പ് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസുമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് വരാനുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുമെങ്കിലും, അപ്പോൾ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, ട്രപ്പീസോഡൽ, ഇതിൻ്റെയൊക്കെ ഓരോ ടൈപ്പിൻ്റെയും ഓരോ ഇക്വേഷൻസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും എന്തായാലും ചോദിക്കും. ഇത്രയാണ് നമുക്ക് സിലബസിൽ ടോപ്പിക്സിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി ആസ് യൂഷ്വൽ ഏതൊരു സബ്ജക്റ്റ് എടുത്താലും നമുക്ക് കണ്ടിന്യൂസ് അസസ്മെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്കിൻ്റെ സ്പ്ലിറ്റ് അപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക് നമുക്ക് കോളേജിൽ നിന്ന് കിട്ടുന്നത് 40 ആണ്. അതിൽ തന്നെ നമുക്ക് അറ്റൻഡൻസിൻ്റെ പെർസെൻറ്റേജിനെ ബേസ് ചെയ്ത് 5 മാർക്സ് കിട്ടും. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന വെച്ചിട്ട് 15 മാർക്സ് കിട്ടും. സീരീസ് എക്സാം 1ഉം സീരീസ് എക്സാം 2നും 10 മാർക്കിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് 40 മാർക്സ്. അങ്ങനെ മൊത്തത്തിൽ കോളേജിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു 40 മാർക്സിൽ സ്പ്ലിറ്റപ്പ് വരുന്നത് ഈ രീതിയിലാണ്. അറ്റൻഡൻസ് ഫുൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 90% എബോവ് ഉണ്ടെങ്കിൽ 5 മാർക്സ് കിട്ടും. അസൈൻമെൻറ്റുകളൊക്കെ കറക്റ്റ് സമയത്ത് കറക്റ്റ് ഡോക്യുമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 15 മാർക്സ് കിട്ടും. ഫസ്റ്റ് സീരീസ് എക്സാം നിങ്ങളുടെ കോളേജിൽ എത്ര മാർക്കിന് നടത്തിയാലും, ചില കോളേജിൽ 50 നടത്തുന്നുണ്ട്, ചില കോളേജിൽ 40 മാർക്സിന് നടത്തുന്നുണ്ട്. അതിനെ 10ലേക്ക് കൺവേർട്ട് ചെയ്യും. സെക്കൻഡ് സീരീസിനെ 10ലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് 40 മാർക്സ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത എൻഡ് സെമസ്റ്റർ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ പാർട്ട് എയും പാർട്ട് ബിയും ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്നത്. പാർട്ട് എ എന്ന് പറഞ്ഞാൽ 3 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് സിമ്പിൾ പറഞ്ഞാൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതം, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കായിരിക്കും വരുന്നത്. അപ്പോൾ ചെറുതായിട്ടുള്ള ചെറിയ റിവേഷൻ, ചെറിയ തിയറി പോർഷൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ 3 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻ, അത് ഓറൊന്നുമില്ല, അത് നമുക്ക് 24 മാർക്സ് അതൊക്കെ അവിടെ നിന്ന് കിട്ടും. അടുത്ത ബി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഓരോ ക്വസ്റ്റ്യനും 9 മാർക്കാണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും 9 മാർക്ക് വരും. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് വരും. അതിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ഉണ്ട്, ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വരും. അതിൽ ഒരെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇനി ഒരു 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് മാക്സിമം 3 സബ് ഡിവിഷൻസ് വരെ ഉണ്ടാകും. അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്പർ 10 ആണെങ്കിൽ അതിനെ A, B, C ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെയായിരിക്കും 9 മാർക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ മൊഡ്യൂളിലെയും പ്രോബ്ലംസ് വരുന്ന അല്ലെങ്കിൽ ഡെറിവേഷൻസ് ഒക്കെ വരുന്ന ഒരു പോർഷനാണ് ഈ പാർട്ട് ബി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ മാർക്കിൻ്റെ സ്പ്ലിറ്റ് അപ്പും വരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അകത്ത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ പറയുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ വർഷവും നമ്മൾ കണ്ടുപോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് ലൈബ്രറിയിലൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന ബുക്കുകളാണ് ഹൈഡ്രോളിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇൻക്ലൂഡിങ് ഹൈഡ്രോളിക് മെഷീൻസ് ബൈ മോഡി ആൻഡ് സെൻറ്റ്. അതേപോലെ RK ബെൻസാൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ്, സുബ്രഹ്മണ്യ കെയുടെ ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ. അപ്പോൾ ഇതെല്ലാം എല്ലാം ഒന്ന് റെഫർ ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഈ 2 ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മെജോറിറ്റി എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ലേറ്റസ്റ്റ് എഡീഷൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് കൂടുതലും റെഫറൻസ് ടെക്സ്റ്റ് ബുക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ ആദ്യം മുതലുള്ള പഠിത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ മാർക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മെയിൻ പെർഫോമൻസ് വരുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് 40 ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു 40 മാർക്സ് ആണ് നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ മാർക്ക് വരുന്നത്. അതിൽ 26 മിനിമം നിങ്ങൾ കോളേജിൽ നിന്ന് വാങ്ങണം. ഇത് മിനിമം അത്രയും വാങ്ങണമെന്ന് പറയാൻ കാരണം നമുക്ക് 40 ഇൻറ്റേർണൽ മാർക്കും 60 എക്സ്റ്റേണൽ എക്സാമിൻ്റെ മാർക്ക്, അങ്ങനെ ടോട്ടൽ ഈ ഒരു സബ്ജക്റ്റിന് 100 മാർക്സ് ആണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഈ 100ൽ നിങ്ങൾ മിനിമം 50 ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് സബ്ജക്റ്റ് പാസ്സാവും. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 50 ഉണ്ടാവണം. അപ്പോൾ ടോട്ടൽ 50 ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഇൻറ്റേർണൽ മാർക്ക് 40 ആണ് അല്ലേ. അപ്പോൾ അതിൽ 26 നിങ്ങൾ സ്കോർ ചെയ്യണം. ഇനി നമ്മുടെ എൻഡ് സെമസ്റ്റർ എക്സാം ഞാൻ പറഞ്ഞു 60 മാർക്സ് ആണ് വരുന്നത്, അതിൽ 24 കിട്ടണം. അങ്ങനെ മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50 മാർക്സ് ഉണ്ടാവണം, എങ്കിലേ നിങ്ങൾ ഈ സബ്ജക്റ്റ് പാസ്സാവുള്ളൂ. ഇനി ഇതിനകത്തൊരു പ്രശ്നം, ഈ 26 പകരം നിങ്ങൾക്ക് 20 ആണ് കിട്ടിയെന്ന് വിചാരിച്ചു. ഇൻറ്റേർണൽ മാർക്കായിട്ട് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ മോശമായതുകൊണ്ട് സീരീസിൻ്റെ മാർക്ക് മോശമായതുകൊണ്ട് നിങ്ങൾക്ക് 20 ആണ് കിട്ടിയെങ്കിൽ ഈ എക്സ്റ്റേണൽ മാർക്കായിട്ട്, അതായത് എക്സ്റ്റേണൽ എൻഡ് സെമസ്റ്റർ എക്സാമിന് നിങ്ങൾ ഈ 24 വാങ്ങേണ്ട സ്ഥാനത്ത് നിങ്ങൾ എത്ര വാങ്ങേണ്ടി വരും? 30 മാർക്സ് വാങ്ങേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ ടോട്ടൽ മാർക്സ് 50 വരുള്ളൂ. അപ്പോൾ ഇൻറ്റേർണൽ മാർക്ക് കുറയുന്നതനുസരിച്ച് നിങ്ങൾ എക്സ്റ്റേണൽ എക്സാമിൻ്റെ മാർക്ക് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് വരും, ഇപ്പോൾ ഇൻറ്റേർണലിൽ നിങ്ങൾ 40/40 വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻഡ് സെമസ്റ്റർ എക്സാമിന് നിങ്ങൾ 10 വാങ്ങിച്ചാൽ മതിയോ എന്ന്. അല്ല, എൻഡ് സെമസ്റ്റർ എക്സാമിന് മിനിമം ക്രൈറ്റീരിയ 24 ഉണ്ട്. മിനിമം 24 കിട്ടിയേ പറ്റൂ. അത് നിങ്ങൾ ഇൻറ്റേർണൽ ഫുള്ള് വാങ്ങിച്ചാലും ഇൻറ്റേർണൽ 26 വരെ വാങ്ങിച്ചാലും നിങ്ങൾ ഈ 24 മാർക്സ് തന്നെ വാങ്ങണം. ഇൻറ്റേർണൽ 26 നിന്ന് കുറയുന്നതനുസരിച്ച് നിങ്ങൾ എക്സ്റ്റേണൽ എൻഡ് സെമസ്റ്റർ എക്സാമിന് കൂടുതൽ മാർക്ക് വാങ്ങേണ്ടി വരും. അപ്പോൾ ഇൻറ്റേർണൽ മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും കൂടുതലാണ് 2024 സ്കീമിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇൻറ്റേർണൽ മാർക്സ് മിനിമം 26 കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്രൈറ്റീരിയ ഇത് രണ്ടുമാണ്, അസൈൻമെൻറ്റും അറ്റൻഡൻസും. അപ്പോൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് 20 കിട്ടും. സീരീസ് എക്സാമിന് നിങ്ങളൊരു മിനിമം പെർഫോമൻസ്, അതായത് ഇപ്പോൾ ഔട്ട് ഓഫ് 40 ഒരു സീരീസ് എക്സാം നടത്തിയാൽ നിങ്ങൾ മിനിമം ഒരു 20 മാർക്സ് സ്കോർ ചെയ്യും. ആ 20 മാർക്സ് മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് ഇൻറ്റേർണൽ കറക്റ്റായിട്ട് എബോവ് 26 കിട്ടാനായിട്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. കൺസെപ്റ്റിനും യൂണിറ്റിനും ഇക്വേഷൻസിനും ന്യൂമറിക്കൽ പ്രോബ്ലത്തിനും ഡെറിവേഷൻസിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണിത്. കൺസെപ്റ്റ് മനസ്സിലായി കറക്റ്റായിട്ട് ഇക്വേഷൻ പഠിച്ച് അത് പ്രോബ്ലം വായിച്ച് പ്രോപ്പർ യൂണിറ്റ് കൺവേർഷൻ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതേപോലെ ഡെറിവേഷൻസ് സ്റ്റെപ്സൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 മാർക്സ് തിയറി കിട്ടും. 20% മാർക്സ് അല്ല പെർസെൻറ്റേജ്, 30 മാർക്സ് തിയറി വരും. 20% നമുക്ക് ഡെറിവേഷൻസ് ഉണ്ട്. ബാക്കി 50% നമുക്ക് പ്രോബ്ലംസ് ആണ് വരുന്നത്. ഈ മൊത്തത്തിലെ സബ്ജക്റ്റിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഒരു 30% തിയറി വരുന്നുണ്ട്, 20% ഡെറിവേഷൻ വരുന്നുണ്ട്, 50% പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സബ്ജക്റ്റ് എങ്ങനെയാണെന്നുള്ളത്. ഇത്രയാണ് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി, സിലബസിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.